വ്യാജരേഖകൾ ചമച്ച് വോട്ട് ചോർത്തുന്നതെന്നാരോപിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ്റെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തൃശൂർ SP ഓഫീസിൽ ആയിരിക്കും. SP-യുടെ മുന്നിലാണ് TN പ്രതാപൻ മൊഴി കൊടുക്കേണ്ടത്. തൃശൂരിൽ സ്ഥിര താമസക്കാരനല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി ഉൾപ്പെടെ 11 പേർ നിയമവിരുദ്ധമായി വോട്ട് ചേർത്തു എന്നാണ് പ്രതാപൻ്റെ പരാതി. സൂരജ് സജി പ്രതാപൻ്റെ പരാതിയിലേക്ക് കടക്കും. തൃശൂരിൽ നിന്ന് പറയൂ സൂരജ്. SKN ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണത്തിന് തൊട്ടു പിന്നാലെയാണ് തൃശ്ശൂരിലും വോട്ട് ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ശക്തമാക്കിയത്. LDF-ഉം UDF-ഉം എല്ലാം ആരോപണവുമായി രംഗത്തെത്തിയപ്പോൾ TN പ്രതാപൻ സുരേഷ് ഗോപിക്കെതിരെ തന്നെ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഈ പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് TN പ്രതാപന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. സുരേഷ് ഗോപിയുടെ ബന്ധുക്കളുടെ അടക്കം വോട്ടുകൾ അനധികൃതമായി തൃശ്ശൂരിൽ ചേർത്തു എന്നുള്ളതാണ് TN പ്രതാപൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനുവേണ്ടി വ്യാജരേഖകൾ ചമച്ചു. 11 വോട്ട് ഇത്തരത്തിൽ വ്യാജരേഖകൾ അടക്കം ചമച്ച് സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ ചേർത്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് TN പ്രതാപന്റെ പരാതി. ഈ പരാതിയിന്മേൽ ഇന്ന് TN പ്രതാപന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് മാത്രമല്ല, ഈ പ്രതാപന്റെ കയ്യിലുള്ള രേഖകളടക്കം പോലീസിന് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സുരേഷ് ഗോപിയുടെ സഹോദരന്റെ പേരിൽ 2 തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ അടക്കമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിക്കുന്ന വിവരങ്ങളടക്കം TN പ്രതാപൻ കൈമാറുകയും ചെയ്യും. ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കണമോ അല്ലെങ്കിൽ കേസെടുത്ത് തുടർ നടപടിയുമായി മുന്നോട്ട് പോകണമോ എന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘം അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഓക്കെ, താങ്ക് യു സൂരജ് സജി.